ക്രിസ്പി ടേസ്റ്റി ഷോപ്പ് സ്റ്റൈൽ ബനാന ചിപ്സ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ബേക്കറി സ്റ്റൈൽ ചിപ്സ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ പഴം സെലക്ട് ചെയ്യുമ്പോൾ അധികം പഴുക്കാത്ത പഴം വേണം എടുക്കാനായിട്ട്. പഴുത്ത പഴമാണെങ്കിൽ അത് നമ്മളുണ്ടാക്കുന്ന ചിപ്സ് ക്രിസ്പി ആകത്തില്ല, പിന്നെ അത് കട്ട് ചെയ്യുമ്പോൾ ശരിയായ ഷേപ്പ് കിട്ടത്തില്ല. ഇനി ഇത് നമുക്കൊന്ന് പൊളിച്ചെടുക്കാവേ. പൊളിക്കുമ്പോൾ കയ്യിൽ അല്പം വെളിച്ചെണ്ണ തേച്ചാൽ മതി, അല്ലെങ്കിൽ നാരങ്ങയും ഉപ്പൂടെ ചേർത്തിട്ട് കയ്യിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വാഷ് ചെയ്താൽ ആ കറയൊക്കെ പോയി കിട്ടും. ഇത് ഞാനിപ്പോൾ ഉപ്പും മഞ്ഞൾ വെള്ളത്തിൽ ഇടുന്നില്ല, കാരണം ഇപ്പം തന്നെ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് ഞാനത് അങ്ങനെ ചെയ്യുന്നില്ല. ഇനി നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഉപ്പും മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. ഇനി ഇതാ ഈ ഒരു സ്ലൈസറിനകത്താണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. ആ സൈഡിലത്തെ സ്ക്രൂ കണ്ട, ഇത് ആ ഒരു ബ്ലേഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ എത്രത്തോളം വൈഡാക്കി വെക്കുന്നോ അതിൻ്റെ ആ ഒരു തിക്നെസ് കൂടും. എത്രത്തോളം ഇത് അങ്ങോട്ട് ആ ബ്ലേഡ് അടുപ്പിച്ച് വയ്ക്കുന്നോ ആ ഒരു തിക്നെസ് കുറഞ്ഞ് കിട്ടും. അപ്പം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒത്തിരി തിക്കായിട്ടുള്ള ചിപ്സ് വേണ്ടല്ലോ. അപ്പോൾ ആ ബ്ലേഡ് അങ്ങോട്ട് അടുപ്പിച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എണ്ണയാണ്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ചിപ്സ് സ്ലൈസ് ചെയ്ത് ഇടാൻ പാടുള്ളൂ. അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, കോക്കനട്ട് ഓയിലല്ല ചെയ്യുന്നത്. കാരണം ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കോക്കനട്ട് ഓയിലാണെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോവും, കനച്ചൊരു സ്മെല്ല് വരും. അതുകൊണ്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ എണ്ണ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇപ്പം കോക്കനട്ട് ഓയിലാണ് ഒന്നുകൂടെ ടേസ്റ്റി. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം നിങ്ങൾക്കത് യൂസ് ചെയ്യാവേ. അപ്പോൾ ഈ ഒരു സ്ലൈസറിൽ ഇതുപോലെ സ്ലൈസ് ചെയ്ത് ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കടകളിലൊക്കെ കണ്ടിട്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ആ സ്ലൈസർ ഇങ്ങനെ പിടിച്ചിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്ന. ആദ്യം നമുക്കിത് ഭയങ്കര പ്രയാസമായിട്ട് തോന്നും, കാരണം ആ ഒരു ചൂടൊക്കെ അടിക്കുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഇത് നമ്മളൊന്ന് പ്രാക്ടീസായി വന്നിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കും ഇത് എന്തുകൊണ്ട് നമുക്ക് പാത്രത്തിൽ അരിഞ്ഞിട്ടിട്ട് പിന്നെ എടുത്ത് ഇങ്ങനെ പെറുക്കിയിട്ടാൽ പോരെ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. കാരണം നമ്മൾ ഒരുപാട് ആ ഒരു സൈസ് തിക്നെസ്സും കുറച്ചല്ലേ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളങ്ങനെ അരിഞ്ഞിട്ടിട്ട് ഇങ്ങനെ എടുത്തിടുമ്പോൾ പെട്ടെന്നത് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ചിപ്സ് ക്രിസ്പി ആകാനായിട്ട് സ്ലൈസിങ്ങിൻ്റെ തിക്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ എണ്ണയുടെ ചൂടും, നല്ല ചൂടായ എണ്ണയിലോട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. സ്ലൈസ് ചെയ്യുമ്പോൾ ഒരേ തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ചെയ്താൽ മാത്രമേ ഒരേപോലെ ക്രിസ്പായി വരത്തുള്ളൂ. അപ്പം ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞളും കലക്കി വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു ചിപ്സ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഉപ്പും മഞ്ഞൾ വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിപ്സ് ഒരിക്കലും ക്രിസ്പി ആയിട്ട് വരില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ബേക്കറി സ്റ്റൈൽ ചിപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. അപ്പോൾ ഈ ഒരു സ്ലൈസർ ബനാന ചിപ്സ് മാത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കാം, കപ്പ ഉണ്ടാക്കാം, ചേമ്പ്, ചേന ഇവയൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഒരേ തിക്നെസ്സിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഒരു ബെനിഫിറ്റ്. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും ആ ഒരു നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ്.